പിതാവേ, വലിയ ജനറലച്ച, സ്നേഹമുള്ള മദർ ലിൻഡ, വലിയ കോറപ്പിസ്കോപ്പാച്ച, പ്രിയപ്പെട്ട വൈദിക സഹോദരരെ, സ്നേഹമുള്ള സഹോദര സഹോദരിമാരെ, യേശുപ്രിയ കുഞ്ഞുമക്കളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ സന്തോഷത്തിൻ്റെ നിമിഷങ്ങളിലൂടെ കടന്നു പോകുവാനായിട്ട് നമ്മൾ ആരംഭിക്കുകയാണ്. വിശുദ്ധ തോമാസ് ലീഹായുടെ അനുഗ്രഹീതമായ തിരുനാൾ സഭയൊന്നാകെ ആചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ അനുഗ്രഹീതമായ കാലയളവിൽ തോമാസ് ലീഹായുടെ വിശുദ്ധ നാമത്തിൽ സ്ഥാപിതമായിരിക്കുന്ന ഈ ഒരു ദേവാലയം പുനഃപ്രതിഷ്ഠ ചെയ്യുവാനായിട്ട് നമ്മൾ പോവുകയാണ്. ഭാഗ്യസ്മരണാർഹനായ സിറിൽ ബസേലിയോസ് കാതോലിക്ക ബാബ തിരുമനസ് ബത്തേരി രൂപതയുടെ അധ്യക്ഷനായിരുന്ന കാലയളവിൽ 1986 ഡിസംബർ മാസം 13-ാം തീയതി തറക്കല്ലിട്ട് 1987 ഓഗസ്റ്റ് മാസം 26-ാം തീയതി കൂദാശ നിർവഹിച്ച ഒരു പരിശുദ്ധമായ ദേവാലയമാണ് ഇത്. അതിന് കൂദാശ കർമ്മത്തെക്കുറിച്ചും പറയുമ്പോഴും മലങ്കര കത്തോലിക്ക സഭയിൽ ഈ ഒരു ഇടവക കൂട്ടായ്മയ്ക്ക് മാത്രം ലഭ്യമായ ഒരു അനുഗ്രഹമുണ്ടായിരുന്നു. ഭാഗ്യസ്മരണാർഹനായ ലൂർദ് സ്വാമി കർദിനാളായിരിക്കുന്ന കാലയളവിൽ റോമിൽ ഓറിയന്റൽ കോൺഗ്രിഗേഷന്റെ പ്രീഫെക്റ്റായിട്ട് അദ്ദേഹം ശുശ്രൂഷ ചെയ്യുകയും ബത്തേരി ഭദ്രാസനം സന്ദർശിക്കുകയും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹീതമായ കരങ്ങളാൽ അഭിവന്ദനായ സിറിൽ ബസേലിയോസ് കാതോലിക്ക ബാബ തിരുമനസിന്റെ സാന്നിധ്യത്തിൽ കൂദാശ നിർവഹിച്ച ഒരു അനുഗ്രഹീതമായ ദേവാലയ കൂട്ടായ്മയാണ് ഇത്. എന്നാൽ പ്രത്യേകമായ ചില സാഹചര്യത്താൽ നമുക്ക് ഏതാനും നാളുകൾ ഇവിടെ ശുശ്രൂഷ മുടങ്ങി വരവേ അഭിവന്യ തോമസ് പിതാവിൻ്റെ പ്രത്യേകമായ ആഗ്രഹത്താൽ ഈ ദേവാലയം പുനഃപ്രതിഷ്ഠ ചെയ്യുവാനായിട്ട് നമ്മൾ ആഗ്രഹിച്ചു. ഇതിൻ്റെ അത്യാവശ്യമായ എല്ലാ നിർമ്മാണ കാര്യങ്ങളും നമ്മൾ നിർവഹിച്ച് ഇന്ന് ഈ ദേവാലയം അഭിവന്യ തോമസ് പിതാവിൻ്റെ അനുഗ്രഹീതമായ കരങ്ങളാൽ ബത്തേരി ഭദ്രാസനത്തിന് വേണ്ടി വിശുദ്ധനായ തോമാസ് ലീഹായുടെ നാമത്തിൽ ഈ ദേവാലയം പുനഃപ്രതിഷ്ഠ ചെയ്യുകയാണ്. ഈ അനുഗ്രഹീതമായ കർമ്മത്തിലേക്ക് അഭിവന്യ പിതാവിനെ ഇവിടെ സമ്മേളിച്ചിരിക്കുന്ന വൈദിക സഹോദരര്, സന്യസ്തര്, ദൈവജനം ഏവരെയും ഏറ്റവും സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സത്യേക ദൈവത്തിന്റെ തിരുനാമത്തിൽ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനങ്ങളിൽ ദൈവമായ കർത്താവിന്റെ നാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനുമായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. സ്തുതി. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ശുശ്രൂഷയും പ്രാർത്ഥനകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. നിനക്ക് സ്തുതി. പാപികളായ ഞങ്ങളോട്
കരുണ ചെയ്യുന്ന മിശിഹ രാജാവേ, നിനക്ക് സ്തുതി. വാഴ്ത്തുന്നു. നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരേണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങളുടെ ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. നമ്മുടെ കർത്താവിനോടുകൂടെ നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരത്തിൻ ഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമീൻ. പ്രിയ സഹോദരന്മാരോടും നിന്നോട് നിൽക്കാം, ഈശന്മാരോടും കൂടെ വാഴണമേ. ഞങ്ങൾക്കൊറ്റുള്ളോരാമൃതരെ നിൻവലമാക്കി തീർത്തവരെ ഹല്ലേലൂയ മോദിക്കയ്യ ബാറിക്കുമോ. മനോലം ദാദാമൽ വാലം വൽദീനാമി ദുസ്സഭ മക്കൾക്കായി നിന്നോടേറ്റം ദുഃഖ ദാരികേണിടുന്നേവം നാഥാമാമോദീസായ നിന്നെ പൂണ്ടോ ഈ നരകം പോകിടാതെ ഹല്ലേലൂയ മോദിക്കണമേ. മുറിയോരാകെ മാറൈനോ ആദാരേ. നിന്നോട് സൃഷ്ടിയെ നീ പുതുതാക്കിയിടണമേ. നിന്നിൽ ശരണത്താൽ നിദ്രയിലായി നിന്റെ വരവിനു കാത്തിടും മൃതരിൽ കനിയണമേ. പരപരാഹത്തിൻ്റെയും ഈ സഹകുടയും യാക്കോബിനുടെയും മടിയിൽ പാർക്കണമേ. വന്നവനും വരുവോനും ബ്രതനുയരും സ്തുതനെന്നു ശരീരാത്മാക്കൾ പാടണമേ. ബലഹീനപാപികളുമായി ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളിൽ നിന്നേക്കും ചൊരിയപ്പെടുമാറാകണമേ. നിന്റെ വിശുദ്ധ ശ്രീബായുടെ റോഷ്മായാൽ മുദ്രവത്തുവാനും ദൈവികമായ നിന്റെ മോറോന്റെ പരിമളത്താൽ അഭിഷേകം ചെയ്യുവാനും നിന്റെ തൽപരങ്ങളുടെ വിശുദ്ധിയാൽ അതിനെ ശുദ്ധീകരിക്കുവാനും ദാനങ്ങളാൽ അതിനെ കിരീടം ധരിപ്പിക്കുവാനും അത് തന്നെ എന്റെ പിതാവിനെയും പരിശുദ്ധമായി നിരന്തരമായി ശ്രദ്ധിക്കുകയും ചെയ്യുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. തിരുസഭയെ ശിഖാതന്നണവാട്ടി നിൻകുദാശയം ജാതികൾ മോദിപ്പോ ദേവാ കൃപ ചെയ്യടിയാരിൽ അങ്കയടി പരം വന്നേട്ടുൾ പോ
ഓലം ആദാമിൽ ഓലം ഉൽമീനാമി സഹേവരി പാൻസുതനെ അയച്ചും റൂഹായ ശുദ്ധിയുമേകിയ ആദന്നായി സ്തോത്രം ദേവാ കൃപ ചെയ്യടിയാരിൽ സ്തോത്രം പാടിയിടുക സഭയെ നീ താത്മജരൂഹാകൾക്കായി ആരാധ്യമതേകും ദൈവത്വം തന്മാകിമാബലമധുവന്യം ബാറിക്കും സ്തോമങ്കാലോ കുറിയേലൈസോ എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. കരുണവാനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് സഹായിക്കണമേ. സ്തോത്രവും മഹിമയും പുകഴ്ചയും അനശ്വരമായ കീർത്തിയും ഇടപെടാതെ അർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. തന്റെ കൃപയാൽ തന്റെ വിശുദ്ധ സഭയെ ഇടപെടാതെ പുതുക്കുകയും തന്റെ വിശുദ്ധ ദാനങ്ങളാൽ പരിപൂർണമായതിനെ അലങ്കരിച്ച് പ്രാബല്യപ്പെടുത്തുകയും ആത്മീയ അലങ്കാരങ്ങളാൽ ശ്രേഷ്ഠമായതിനെ ശുദ്ധീകരിക്കുകയും ദൈവിക പ്രവണതകളാൽ പൂർണ്ണമായതിനെ ശരിപ്പെടുത്തുകയും സ്വജാതികളെ പ്രജാതികളെയും അതിനായി ക്ഷണിക്കുകയും ചതിപ്പായവരെ അതിന്റെ വഴിയിലേക്ക് കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നവനായ ലോകങ്ങളെ പുതുക്കുന്നവനായ കർത്താവേ, നിനക്ക് സ്തുതി. നിന്റെ ദേവാലയത്തിന്റെ കുദാശയിലെ നേരത്തും സകല പെരുന്നാളുകളിലും കാലങ്ങളിലും സമയങ്ങളിലും നിങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. സ്വതഹായ ബാർക്കുമോർ ഞങ്ങളുടെ ദൈവമാകുന്ന മിശിഹാ തമ്പുരാൻ അഖിലാണ്ടത്തിന്റെ സൃഷ്ടാവും നായകനും ആകുന്നു. സ്വർഗവും സ്വർഗാദി സ്വർഗങ്ങളും തന്റെ മഹത്വത്തെ അറിയിക്കുന്നു. ആകാശം തന്റെ സൃഷ്ടികർത്തൃത്വത്തെ തെളിയിക്കുന്നു. മേലും താഴെയും അകത്തും പുറത്തും തന്റെ ആധിപത്യമാകുന്നു. സകലവും തന്നിലും താൻ സകലത്തിലും സ്ഥിതി ചെയ്യുന്നവനും ആകുന്നു. എവിടെയും താൻ പരിമിതനല്ല. കത്തിജ്വലിക്കുന്ന പ്രകൃതികളായ അശരീരാത്മാക്കളും സ്വത്വങ്ങളായ ശുശ്രൂഷക്കാരെ സ്വർഗീയ യെരൂശലേമിൽ തനിക്കായിട്ട് നിയോഗിച്ചിരിക്കുമ്പോൾ ഭൗമിക സഭയിൽ ശരീരികളുടെ കൈകളാൽ ശുശ്രൂഷിക്കപ്പെടുന്നതിന് തിരുവിഷ്ടമുണ്ടായി. താൻ സ്വർഗത്തിലും സഭാമന്ദിരത്തിലും സിംഹാസനത്തിലും സഭാഗ്രഹത്തിലും കെറൂബുകളുടെ രഥത്തിലും മദ്ബഹായിലും വസിക്കുന്നു. സഭയെ തന്റെ വാസത്തിന് ആലയവും മന്ദിരവുമാക്കിയിരിക്കുന്നു. ഈ മണവാട്ടി അവളുടെ പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും വെടിഞ്ഞ് നിർമ്മലാത്മാക്കളായ യുവതികൾ ആരെ തേടി പുറപ്പെട്ടിരിക്കുന്നുവോ ആ നാഥനോട് ചേർന്നിരിക്കുന്നു. ആകയാൽ കർത്താവേ, ദേവാലയത്തിന്റെ വിശുദ്ധീകരണ ദിവസത്തിൽ നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇതിനെ കരുണയോടെ ദർശിച്ച് സകല ഉപദ്രവങ്ങളിൽ നിന്നും പ്രതികൂലങ്ങളിൽ നിന്നും പൂർണ്ണമായി രക്ഷിക്കണമേ. നിന്റെ സ്ലീബായാൽ അതിന്റെ പ്രജകളെ മുദ്ര കുത്തേണമേ. നാശകരമായ വിശ്വാസ വിപരീതങ്ങളിൽ നിന്നും കാത്തുകൊള്ളണമേ. എല്ലായ്പ്പോഴും ഇഹത്തിൽ നിന്റെ ശാന്തിയാൽ സഭയ്ക്ക് സമാധാനം കൊടുക്കണമേ. അതിൽ നിന്നും ചിതറിപ്പോയവരെ കൂട്ടിച്ചേർക്കണമേ. അതിലെ ബലഹീനരെ ശക്തരാക്കണമേ. നിന്റെ ദിവ്യ ഔഷധങ്ങളാൽ രോഗികളെ സന്ദർശിക്കണമേ. നിന്റെ സ്നേഹത്തിൽ അന്തർലീനമായിരിക്കുന്ന സന്തോഷത്താൽ
സഭാമക്കളെ മോക്ഷാവകാശികളാക്കേണമേ. അതിലെ ഇടയന്മാരെ വിജ്ഞാനികളാക്കേണമേ. ആചാര്യന്മാരെ ആത്മവിവേകമുള്ളവരാക്കേണമേ. അതിലെ ശമാശന്മാരെ സത്യവും പരിപാകതയുമുള്ളവരാക്കേണമേ. പരിശുദ്ധ മാമോദീസായുള്ള സത്യവിശ്വാസികളെ എല്ലാം സംരക്ഷിച്ച് രക്ഷാകരമായ ശ്ലീബായാൽ കാത്തുകൊള്ളേണമേ. സഭയുടെ മണവാളനായ കർത്താവേ, നിന്റെ സകല കൃപകൾക്കും വേണ്ടി നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും എന്നും അത് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. പാറയ്ക്കുമോർ കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും എന്നേക്കും നാം പ്രാപിക്കണ്ടേ. ശുദ്ധ സഭേ നീ ഭാഗ്യവതി, നിൻ മണവാളൻ നിൻ സവിധേ പുഷ്ടിയേഴും നൽ ഭോജനവും ദാഹം തീർക്കും മിശ്രിതവും നിന്നോടെ ഞങ്ങളുടെ ബലഹീനതയാ നിനക്ക് അർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഈ സുഗന്ധധൂപത്തെയും സുരഭില പരിമളത്തെയും നീ കൈക്കൊള്ളണമേ. ഞങ്ങൾ നിന്റെ കരുണയോട് അപേക്ഷിക്കുന്നതെന്നാൽ അതിന്റെ സന്താനങ്ങളെ നിന്റെ രക്ഷയാൽ സന്തോഷിപ്പിക്കുകയും അതിലെ പാപികളെ പാപമോചനത്താൽ ആനന്ദിപ്പിക്കുകയും ചെയ്യണമേ. രോഗികൾക്ക് സ്വസ്ഥതയും ചിതറിപ്പോയവർക്ക് വഴിതെറ്റിപ്പോയവർക്കും തിരിച്ചുവരവും ഞെരുക്കത്തിലായിരിക്കുന്നവർക്കും ഹൃദയവേദനയുള്ളവർക്കും ആശ്വാസവും നീ നൽകണമേ. അതിൽ നിന്ന് എല്ലാവിധ ശണ്ഠകളെയും പ്രതികൂലങ്ങളായ തർക്കങ്ങളെയും നീ നീക്കിക്കളയണമേ. സത്യവിശ്വാസത്തോട് എന്ത് പ്രാപിച്ചവർക്ക് നീതീകരണവും മോചനവും നൽകണമേ. ഞങ്ങൾ നിന്നെയും നിന്റെ പിതാവിനെയും നിന്റെ പരിശുദ്ധ റൂഹായെയും സ്തോത്രം ചെയ്യുമാറാകണമേ. ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങൾ ആദരവോടും ഭക്തിയോടും കൂടെ നാം ശ്രദ്ധിച്ചു കേൾക്കണം. ദൈവമായ കർത്താവ് അതിനെ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കട്ടെ. എല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ വിശുദ്ധിയുടെ വിശുദ്ധായ എവങ്കേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും അറിയിച്ച വിശുദ്ധാമത്തായ ശ്രീകാര്യ സുവിശേഷത്തിൽ നിന്ന് വന്നവനും വരുവാനിരിക്കുന്നവനുമായ നമ്മുടെ രക്ഷയ്ക്കായി അവനെ അയച്ചവന് സ്തുതികളും നാം എല്ലാവരും അവന്റെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ശരീരമെടുത്തവനും ദൈവത്തിന്റെ ജീവനുള്ള വചനം നമ്മുടെ കർത്താവും ദൈവവും രക്ഷകനുമായ യേശുമിശിഹായുടെ ജീവിതകാലത്ത് ഇപ്രകാരം അരുളി ചെയ്തു. ഏറ്റുപറയുന്നു. യേശു കേസർ
കൈസറിയ ഫിലിപ്പി പ്രദേശത്തെ എത്തിയപ്പോൾ ശിഷ്യന്മാരോട് ചോദിച്ചു, മനുഷ്യപുത്രൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്? അവർ പറഞ്ഞു, ചിലർ സ്നാപകനായ യോഹന്നാനെന്നും മറ്റേ ചിലർ ഏലിയായെന്നും വേറെ ചിലർ ജെറമിയ അല്ലെങ്കിൽ പ്രവാചകന്മാരിൽ ഒരുവനെന്നും പറയുന്നു. അവരോട് ചോദിച്ചു, എന്നാൽ ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? ശിമോൻ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. യേശുവിനോട് അരുളി ചെയ്തു, യോനായുടെ പുത്രനായ ശിമോനേ, നീ ഭാഗ്യവാൻ. മാംസരക്തങ്ങളെല്ലാം സ്വർഗസ്ഥനായ എന്റെ പിതാവാണ് നിനക്കത് വെളിപ്പെടുത്തി തന്നത്. ഞാൻ നിന്നോട് പറയുന്നു, നീ പത്രോസാണ്, ഈ പാറമേൽ എന്റെ സഭ ഞാൻ സ്ഥാപിക്കും. നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും. നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിൽ അഴിക്കപ്പെട്ടിരിക്കും. അനന്തരവൻ താൻ ക്രിസ്തുവാണെന്ന് ആരോടും പറയരുതെന്ന് ശിഷ്യന്മാരോട് കൽപ്പിച്ച് അരുളി ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി നൽകട്ടെ. അവന്റെ ശുദ്ധജലത്തെ സ്തുതിപ്പീൻ, അവന്റെ ശക്തിയുടെ ആകാശത്തിൽ അവനെ സ്തുതിപ്പീൻ. സീനായ് അതിനെ ശുദ്ധീകരിച്ചവനെ പള്ളിയിൽ വാസം ചെയ്തിനെ കൃപയാൽ പാവനമാക്കേണം. അവന്റെ വല്ലഭത്വത്തിൽ അവനെ സ്തുതിപ്പീൻ, അവന്റെ ശ്രേഷ്ഠതയുടെ ബഹുത്വത്തിൽ അവനെ സ്തുതിപ്പീൻ. സീനായ് മേൽവാണിട്ടുടയോ തൻ കൈ മോശ മോശ കൈവചകരോന്മേൽ യോഹാനോൻ നീലനിന്നോ. കമ്പിന്റെ ശബ്ദത്താൽ അവനെ സ്തുതിപ്പീൻ, തമ്പുരുകളാലും വീണകളാലും അവനെ സ്തുതിപ്പീൻ. മാളികയിൽ ശ്രീഹന്മാരെ വന്നു വസിച്ചോ പള്ളിയിൽ വന്നു വസിച്ചതിനെ ശുദ്ധീകരണം ചെയ്യണം. സ്ത്രീകൾ മേൽ വന്നൊരു രോഗ പള്ളിയിൽ വന്നു വസിച്ചതിനെ ശുദ്ധീകരണം ചെയ്യണം. ഉയരാഴങ്ങൾ അധികാരം സ്ത്രീകന്മാർക്കേകിയ നല്ലോൻ പള്ളിയിൽ വാസം ചെയ്തതിനെ ശുദ്ധീകരണം ചെയ്യണം. സകല ജാതികളുമേ കർത്താവിനെ സ്തുതിപ്പീൻ, സകല ജനങ്ങളുമേ അവനെ നിങ്ങൾ സ്തുതിപ്പീൻ. എന്തെന്നാൽ അവന്റെ കൃപ നമ്മളുടെ മേൽ ബലപ്പെട്ടിരിക്കുന്നു, അവൻ സത്യമായിട്ട് എന്നേക്കും കർത്താവാകുന്നു. ലോലം ഗാദാമൽ ലോലം ഉൽമീനാമി ശുദ്ധാത്മജനെ വിട്ടവനാ പരിശുദ്ധാത്മാവാൽ തന്റെ ശുദ്ധർക്കു വിശുദ്ധിയെ നൽകും. ശുദ്ധ പിതാവേ
ഞങ്ങളുടെ ദൈവമായ മിശിഹാതമ്പുരാനെ, നിന്റെ മാതാവാകുന്ന വിശുദ്ധ കന്യകാമറിയാമിന്റെയും വിശുദ്ധ ശ്ലീഹന്മാരുടെയും വിശ്വസ്യ ഞങ്ങൾക്ക് പിതാവായ മാർത്താമ്മ ശ്ലീഹായുടെയും ഈ ദേവാലയമാരുടെ നാമത്തിൽ പണിയപ്പെട്ടിരിക്കുന്ന വിശുദ്ധ തോമാ ശ്ലീഹായുടെയും സകല ശുദ്ധിമാന്മാരുടെയും ശുദ്ധികളുടെയും പ്രാർത്ഥനകളാൽ ഈ മധുവായും ഞങ്ങളെ വാഴ്ത്തി ശുദ്ധീകരിക്കണമേ. എന്തെന്നാൽ നീ പിതാവിനോടും പരിശുദ്ധ റൂഹായോടും കൂടെ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുശ്രൂഷ ചെയ്യുന്നതിന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന ഈ ബലിപീഠത്തിന്മേൽ ദൈവിക കൃപാനകളും രഹസ്യത്തിനെടുത്ത ബലികളും വന്യവും പരിശുദ്ധമായ നിലനിർനാമത്തിന്റെ മഹത്വത്തിനായി അർപ്പിക്കപ്പെടുവാനും ഇടയാക്കണമേ. നിന്റെ കൃപയാൽ ഞങ്ങൾ വിശുദ്ധിയും ശ്രദ്ധയും പരിശുദ്ധ റൂഹായുടെ ദാനങ്ങളും പ്രാപിക്കുവാറാകണമേ. നീ ഞങ്ങൾക്ക് നൽകുന്ന ശക്തിയാൽ സത്യവിശ്വാസത്തിലും ആത്മശരീരങ്ങളുടെ പരിശുദ്ധിയിലും നിന്റെ ദിവകൽപ്പനയുടെ ആചരണത്തിലും തിരുസന്നിധിയിൽ നിൽക്കുന്നതിന് ഞങ്ങൾ യോഗ്യരായി തീരണമേ. ഞങ്ങളുടെ നിന്റെ ജനത്തിന്റെയും പാപങ്ങൾക്ക് വേണ്ടി നിനക്ക് സ്വീകാര്യമായ യാഗങ്ങളും യാചനാപൂർണമായ വേഴ്ചകളും സമർപ്പിക്കുവാനും ഞങ്ങളുടെ കർത്താവേ മുഖാന്തരം ഞങ്ങളുടെ ആത്മാക്കൾക്ക് കരുണയും രക്ഷയും കണ്ടെത്തുവാനും ഞങ്ങൾക്ക് ശക്തി നൽകണമേ. അവനോടും സർവത്തിലും പരിശുദ്ധനും നല്ലവനും വന്നേനും ജീവൻ നൽകുന്നവനാ നിന്റെ പരിശുദ്ധനും കൂടെ നിനക്ക് സ്തുതി ആധിപത്യം എല്ലായ്പ്പോഴും നീക്കും യോഗ്യമാകുന്നു. ദൈവിക കൃപാനകളും രഹസ്യത്തിനെടുത്ത യാഗങ്ങളും കരേറ്റുവാൻ തക്കവണ്ണം ഈ ബലിപീഠം വരയ്ക്കപ്പെടുകയും ശുദ്ധീകരിക്കപ്പെടുകയും മുദ്രകുത്തപ്പെടുകയും സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്യുന്നു. ഈ മേശ വരയ്ക്കപ്പെടുകയും ശുദ്ധീകരിക്കപ്പെടുകയും മുദ്രകുത്തപ്പെടുകയും ശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യുന്നു. കൃപാനകളും രഹസ്യത്തിനെടുത്ത യാഗങ്ങളും കരേറ്റുവാൻ തക്കവണ്ണം ഈ മേശ വരയ്ക്കപ്പെടുകയും ശുദ്ധീകരിക്കപ്പെടുകയും മുദ്രകുത്തപ്പെടുകയും ശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യുന്നു. സാരാംശത്തിലേകമായ വിശുദ്ധാതൃത്വത്തിന്റെ സ്തുതിക്കും ബഹുമാനത്തിനും പുകഴ്ചയ്ക്കും വിശുദ്ധ സഭയുടെ നിരപ്പിനും ഗണിതമായിട്ട് ഈ വിശുദ്ധ വസ്തുക്കൾ ആഘോഷിക്കപ്പെടുന്നു. Sabias bosia balshaino beniono dito kadisto daloho. കർത്താവേ, പരിശുദ്ധ നാമത്തിന്റെ മഹത്വത്തിന്റെ ആരാധനയ്ക്കുമായിട്ട് കടിയപ്പെട്ടിരിക്കുന്ന ഈ ഭവനത്തിൽ നിന്റെ കൃപയെ വസിപ്പിക്കണമേ. സത്യമുള്ള നിങ്ങളുടെ വിശ്വാസമ്പരാനെ ഞങ്ങളും നിന്റെ പരിശുദ്ധ അറിവായുടെ ആലയങ്ങളായി തീരുവാനായിട്ട് ഞങ്ങളെ നീ യോഗ്യനാക്കണമേ. നാം ശബ്ദമുയർത്തി 3 പ്രാവശ്യം പ്രിയരായിസോൻ ചൊൽ പറയണം. പ്രിയരായിസോൻ പ്രിയരായിസോൻ പ്രിയരായിസോൻ. ഞങ്ങളുടെ ദൈവമായ മിശിഹാതമ്പുരാനെ, നിന്റെ മാതാവാകുന്ന കന്യകാമറിയാമിന്റെയും വിശുദ്ധ ശ്ലീഹന്മാരുടെ വിശിഷ്യ ഈ പള്ളിയാരുടെ നാമത്തിൽ പണിതുയർത്തപ്പെട്ടിരിക്കുന്നുവോ ആ ശുദ്ധിമാന്മാരുടെ ശുദ്ധികളുടെയും പ്രാർത്ഥനകളാൽ ഈ മധുവകാല നീ വാഴ്ത്തി
ശുദ്ധീകരിക്കണമേ. ബാധിക്കുമോ ആമീൻ ആമീൻ വിശുദ്ധ ശ്രീകന്മാരുടെ വിശ്വസിയ ഞങ്ങളുടെ കാവൽപിതാവായ മാർത്തോമാ ശ്രീകാരെയും ഈ ദേവാലയരുടെ നാമത്തിൽ പണിതുയർത്തപ്പെട്ടിരിക്കുന്നു. വിശുദ്ധ ശ്രീകാരുടെ ശുദ്ധിവതികളുടെയും ശുദ്ധിവാന്മാരുടെയും പ്രാർത്ഥനകളാൽ ഈ ദേവാലയത്തെയും അതുകായി നിങ്ങളെ വാഴ്ത്തി ശുദ്ധീകരിക്കണം. ബാധിക്കുമോ ആമീൻ 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 ഞങ്ങളുടെ ദൈവമായ വിശുദ്ധാത്മാവിന്റെ മാതാവാകുന്ന വിശുദ്ധ ശ്രീകന്മാരുടെ ഞങ്ങളുടെ പിതാവായ മാർത്തോമാ ശ്രീകായുടെയും ഈ ദേവാലയയുടെ നാമത്തിൽ ഉയർത്തപ്പെട്ടിരിക്കുന്ന ശുദ്ധിമാന്മാരുടെ ശുദ്ധികളുടെയും പ്രാർത്ഥനകളാൽ ഈ കൈക്കലായ ദേവാലയത്തെ വഴി ശുദ്ധീകരിക്കണമേ. വരയ്ക്കുമോ ആമീൻ 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 ഞങ്ങളുടെ ദൈവമായ വിശുദ്ധാത്മാവിന്റെ മാതാവാകുന്ന വിശുദ്ധ കന്യകാമറിയാമിന്റെയും വിശുദ്ധ ശ്രീകന്മാരുടെ വിശ്വസിയ ഞങ്ങളുടെ കാവൽപിതാവായ മാർത്തോമാ ശ്രീകായുടെയും ഈ ദേവാലയങ്ങളുടെ നാമത്തിൽ പണിതുയർത്തപ്പെട്ടിരിക്കുന്നു. വിശുദ്ധാത്മാ ശ്രീകായ സകല ശുദ്ധിമാന്മാരുടെ ശുദ്ധികളാൽ ശുദ്ധികളുടെയും പ്രാർത്ഥനകളാൽ ഈ ദേവാലയത്തെയും ഈ മൃഗാലയം ഈ കവികളായ നീ വാഴ്ത്തിരിക്കണമേ. ബർക്കുമോ വിസ്മദാബോ ഞങ്ങളുടെ ദൈവമായ വിശുദ്ധാത്മാവിന്റെ മാതാവാകുന്ന കന്യകാമറിയാമിന്റെയും വിശുദ്ധ ശ്രീകന്മാരുടെ പള്ളിയാരുടെ നാമത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. വിശുദ്ധാത്മാ ശ്രീകായുടെയും സകല ശുദ്ധിമാന്മാരുടെയും ശുദ്ധകളുടെയും പ്രാർത്ഥനകളാൽ ഈ ദേവാലയത്തിലെയും വാതിലുകളെയും ഞങ്ങളെ വാഴ്ത്തിക്കണമേ. എന്നാൽ നീ പിതാവിനോടും പരിശുദ്ധ റൂഹായോടും കൂടെ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഞങ്ങളുടെ ദൈവമായ വിശുദ്ധാത്മാവിന്റെ മാതാവാകുന്ന വിശുദ്ധ കന്യകാമറിയാമിന്റെയും വിശുദ്ധ ശ്രീകന്മാരുടെ വിശിഷ്യ നിങ്ങളുടെ കാവൽപിതാവായ മാർത്തോമാ ശ്രീകായുടെയും സകല ശുദ്ധിമാന്മാരുടെ ശുദ്ധികളുടെയും പ്രാർത്ഥനകളാൽ ഈ ദേവാലയത്തെയും വാതിലുകളെയും ഞങ്ങളെയും വാഴ്ത്തി ശുദ്ധീകരിക്കണമേ. എന്നാൽ നീ പിതാവിനോടും പരിശുദ്ധ റൂഹായോടും കൂടെ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഞങ്ങളുടെ ദൈവമായ വിശ്വാസപിതാവേ,
നിന്റെ മാതാവാകുന്ന കന്യകാമറിയാമിന്റെയും വിശുദ്ധ ശ്രീകന്മാരുടെയും പള്ളിയാരുടെ നാമത്തിൽ നിർത്തപ്പെട്ടിരിക്കുന്നു. വിശുദ്ധ തോമാ ശ്ലീഹായുടെയും സകല ശുദ്ധിമാന്മാരുടെയും ശുദ്ധിമതികളുടെയും പ്രാർത്ഥനകള് ദേവാലയത്തെയും വാതിലുകളെയും ഞങ്ങളെ വാഴ്ത്തി ശുദ്ധീകരിക്കണമേ. എന്നാൽ പിതാവിനോടും പരിശുദ്ധ റൂഹായോടും കൂടെ വാഴ്ത്തപ്പെട്ടവനാകുന്നു. മനുഷ്യസ്നേഹമുള്ളവനായ ദൈവം തന്റെ രാജ്യത്തിൽ നിത്യമായ ഭവനങ്ങളെ അവർക്ക് നൽകുമാറാകട്ടെ. നാം ഉച്ചത്തിൽ 3 പ്രാവശ്യം ക്രിയേലായിസോൻ എന്ന് ഏറ്റുപറയണം. ഞങ്ങൾ തന്നെ സ്തോത്രം ചെയ്യുകയും ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ശത്രുവിന്റെ എല്ലാ കൗശലങ്ങളും ഞങ്ങളെ രക്ഷിക്കുന്നതിനുള്ള വാഴങ്ങളാൽ ഈ ദേവാലയത്തെ വാഴ്ത്തുകയും ചെയ്യണമേ. സ്തോത്രങ്ങളാൽ ഇതിനെ കാത്തുകൊള്ളണമേ. ദൈവികമായ നിന്റെ പ്രമാണത്തിലും ആത്മീകമായ അതിന്റെ ശുശ്രൂഷ ആനന്ദിക്കുമാറാകണമേ. ഭയങ്കരവും സ്വർഗീയങ്ങളുമായ അതിന്റെ കുദാശകൾക്ക് ഞങ്ങളെ യോഗ്യരാക്കണമേ. ഇത് വിശുദ്ധ ആലയമായ തിരുവാനാട് തന്നെ പണിതുണ്ടാക്കുകയും നിന്റെ തിരുനാമത്തിനെതിരെ സ്ഥാപിക്കുന്ന പ്രകാരം സൂക്ഷ്മതയോടെ ഇതിനെ നീ കാത്തുകൊണ്ട് ഇതിൽ വസിക്കണമേ. പിതാവുത്തനും പരിശുദ്ധ രൂപായുമായുള്ളവരെ നാം അനുഗ്രഹപ്പെട്ടതായി തീരണമേ. ഓശോ എന്നാൽ ശ്രുതിയുടെ രാജ്യമകൾ രാജപാപിനെയും നിന്നഴകന ജന്മോ Amen.
ഏകസുതൻ തൃക്കരളങ്ങളിൽ അലിവാർന്നൻ പക്കലപേക്ഷയാണ് കേളം സൗമൻ കാലോസ് കുറിയേലായി അവൾ പ്രാർത്ഥന ഞങ്ങൾക്ക് ആത്മാവിനു കോട്ട വായിക്കുമോ ദൈവാംബിക കന്യാമറിയാമിന്നായി പരിമളധോപചുരുൾ വായുവിലുയരുന്നു ഒറിയോരാകെ മാലയിനോ ജനത്തിൻ പ്രാർത്ഥനയും അടികളയും ഗോപത്തിൻ വടികളയും മായ്ച്ചിടേണം വൃദ്ധതയിലും അവർ തടിയിട്ടു തഴച്ചിടുമേ ഹല്ലേലൂയ വർദ്ധിക്കും അവർക്ക് പുഷ്ടികളും പാലിക്കുമോ പോലും മാതാവിൻ പോലും വാനിലും അതുപോൽ ഉദഗണമേ നിൻ പ്രാർത്ഥന നീ ഓർമ്മയെ ബഹുമാനിച്ചോർക്ക ഭാഗ്യം ശ്രീകാർക്കും ഭാഗ്യം സഹദേർക്കും പുനരുദ്ധാരദിനെ പാലിക്കുമോ നിശിഹായെ കാൺമാൻ സഹദേരാശിച്ചു വാഴാൻ ചേരകേണ്ടി ഉന്നത പദമേറി മറിയോരാകെ മാലയിലോ ആധാരേ പ്രാർത്ഥിപ്പിൻ അടികളയും തൻ കോപത്തിൽ വടികളയും മായ്ച്ചിട ജനറാളന്മാരെ പ്രിയപ്പെട്ട വൈദിക സഹോദരങ്ങളെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് ഏറ്റവും സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങൾ ദൈവത്തിൻ്റെ പ്രത്യേക പരിപാലനയിൽ ശുദ്ധാത്മാശ്ലീഹായുടെ നാമത്തിൽ സ്ഥാപിക്കപ്പെട്ട ഈ ദേവാലയം ചുരുങ്ങിയ കാലത്തെ പ്രവർത്തനരഹിതമായ സാഹചര്യത്തിന് ശേഷം ഇപ്പോൾ വീണ്ടും പുനഃപ്രതിഷ്ഠിക്കപ്പെട്ട് ആരാധനയ്ക്കായിട്ട് നമ്മളെ സമർപ്പിക്കുകയാണ്. ഈ ദേവാലയത്തിൻ്റെ നിർമ്മിതിയിൽ ഇവിടെ സ്വാഗത പ്രസംഗത്തിലെ ജനറൽ സൂചിപ്പിച്ചതുപോലെ രോഗിസ്മാണകനായ സുൽമാ ബസീലി സിലുമേനി പ്രത്യേകം താല്പര്യമെടുത്ത് ഈ പ്രദേശത്തുള്ള ദൈവജനങ്ങൾക്ക് കർത്താവിൻ്റെ സാന്നിധ്യവും രക്ഷയുടെ രഹസ്യങ്ങളും പങ്കുവയ്ക്കുവാൻ നമ്മുടെ രൂപതയുടെ തന്നെ സ്വർഗീയ മധ്യസ്ഥനായ തോമാസ് ലായുടെ നാമത്തിലാണ് മനോഹരമായ ഈ ദേവാലയം സ്ഥാപിച്ചത്. തദവസരത്തിലെ സർവത്രിക സഭയുടെ ഓറിയൻ്റൽ കോൺഗ്രിഗേഷൻ്റെ പ്രസക്റ്റായിരുന്ന കാർഡിനൽ ലോർദസ് സ്വാമി ഇവിടെ സംബന്ധിക്കുകയും ഇങ്ങനെ സർവത്രിക സഭയുടെയും മലങ്കര സഭയുടെയും വലിയ സാന്നിധ്യമുള്ള വളരെ പ്രാധാന്യമേറിയ ഒരു ദേവാലയമാണ് ഇന്ന് നമ്മൾ പുനഃപ്രതിഷ്ഠിക്കുന്നത്.
ദേവാലയം നമുക്കറിയാം ദൈവത്തിൻ്റെ ഭവനമാണ്. ദേവാലയത്തിൽ നമ്മൾ വരുന്നത് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുമാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായം 23-ാം വാക്യം വായിക്കുന്ന അവസരത്തിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശൃംഗാരകുളത്തിന് ശേഷം അവിടെ ഉണ്ടായിരുന്ന വിശ്വാസികളെല്ലാവരും ദേവാലയത്തിൽ വരികയും നിരന്തരമായി ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരുന്നു എന്ന് നമ്മളെ ദൈവവചനത്തിൽ വായിക്കുന്നു. അപ്പോൾ ഈ ദേവാലയം ഇവിടെ പുനഃപ്രതിഷ്ഠിച്ച് സമർപ്പിക്കുന്നത് നിരന്തരമായ പ്രാർത്ഥനകളും അതുപോലെ തന്നെ കർത്താവിൻ്റെ വിളികളും കുദാശകളും അനുസരിച്ച് നമ്മുടെ വിശ്വാസത്തിൻ്റെ എല്ലാ രഹസ്യങ്ങളും വിശ്വാസികൾക്ക് പങ്കുവച്ച് കൊടുക്കുവാനായിട്ടുള്ള ദൈവത്തിൻ്റെ ഭവനമായിട്ടാണ് ഈ ദേവാലയത്തെ നമ്മളിപ്പോൾ വീണ്ടും സമർപ്പിക്കുന്നത്. ദേവാലയത്തിലെ നടക്കേണ്ടതായിട്ടുള്ള ശുശ്രൂഷകളെ സംബന്ധിച്ചും വളരെ വ്യക്തമായ പുസ്തക നടപടിക്രമത്തിൽ പറഞ്ഞിട്ടുണ്ട്. അവരെ ദേവാലയങ്ങളിലെ ഭവനങ്ങളിലെ ഒന്നിച്ച് കൂടുകയും അപ്പോസ്തലന്മാരുടെ പ്രബോധനം, ഉപമറിക്കൽ ശുശ്രൂഷ, പ്രാർത്ഥന, കൂട്ടായ്മ ഇവയിൽ വിട്ടിരിക്കുകയും ചെയ്തുവെന്ന് ആദിമ ക്രൈസ്തവരെ സംബന്ധിച്ച് പ്രത്യേകമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദേവാലയത്തിൻ്റെ തൂണുകളായി പ്രവർത്തിക്കേണ്ട 4 കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോസ്തലന്മാരുടെ പ്രബോധനം. ഈ ദേവാലയം എന്തിനാണ് എന്ന് ചോദിച്ചാൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തിരുവചനം പ്രഘോഷിക്കുവാനും അതിൻ്റെ നന്മകൾ മറ്റുള്ളവർക്കെല്ലാം പ്രബോധനത്തിലൂടെ പങ്കുവച്ച് കൊടുക്കുവാനും വേണ്ടിയാണ് ദേവാലയം ഇവിടെ പ്രത്യേകമായിട്ട് സ്ഥിതി ചെയ്യുന്നത്. രണ്ടാമതായി ചെയ്തിരുന്നതെന്ന് വെച്ചാൽ അപ്പമുറിക്കൽ ശുശ്രൂഷയാണ്. നമ്മുടെ വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ മഹത്വം വിശുദ്ധ കുർബാനയിലാണ് അടങ്ങിയിരിക്കുന്നത്. ആദ്യകാലങ്ങളിൽ അപ്പമുറിക്കൽ ശുശ്രൂഷ എന്ന് പറഞ്ഞിരുന്നു എന്ന് വരിക വിശുദ്ധ കുർബാനയും മറ്റ് കുദാശകളും പരികർമ്മം ചെയ്യുവാനും വിശ്വാസികളെ ദേവാലയത്തിലെ സ്വീകരിച്ചു ഓരോ കൗദാശികമാനോ കൊടുക്കുകയും കുദാശികളുടെ കുദാശിയായ വിശുദ്ധ കുർബാന എല്ലാ ദിവസവും അർപ്പിച്ച് രക്ഷാകരമായ നന്മയിലേക്ക് നയിക്കുവാൻ വേണ്ടിയാണ്. ദേവാലയത്തിലെ ഒന്നാമതായി നടന്നിരുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ പ്രാർത്ഥനയാണ്. ദൈവ മക്കളുടെ കൂട്ടായ്മയിൽ ഇപ്പോൾ നമുക്കറിയാം പ്രാർത്ഥനയിലൂടെയാണ് എല്ലാ കാര്യങ്ങളും നാം ആരംഭിക്കുന്നത്. പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഒരു സംഭാഷണമാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മൾ അനുസ്മരിക്കുക. മക്കൾ എന്നുള്ള നിലയിൽ നമ്മുടെ യാതനകളും അതോടൊപ്പം തന്നെ ആവശ്യങ്ങളൊക്കെ ദൈവസന്നിധിയിലെ പ്രാർത്ഥനയിലൂടെ നമ്മളെ സമർപ്പിക്കുക. ദൈവം നൽകിയതായ അനേകം നന്മകൾക്ക് പ്രാർത്ഥന വഴിയായി നമ്മളെ കൃതജ്ഞത അർപ്പിക്കുന്ന സമയമാണ് പ്രാർത്ഥനയുടെ അവസരം എന്ന് പറയുന്നു. അപ്പോൾ വിശ്വാസികളെ സംബന്ധിച്ച് അവരുടെ വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും സഭാജീവിതത്തിലുമെല്ലാം ഏറ്റവും വലിയ വിശ്വാസ അനുഭവത്തിൻ്റെ സാക്ഷ്യമായി നിൽക്കുന്നത് പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനകൾ ഈ ദേവാലയത്തിൽ വരുമ്പോഴും ദേവാലയത്തിലായിരിക്കുമ്പോഴും ദേവാലയത്തിൽ മടങ്ങിപ്പോകുമ്പോഴും എല്ലാം നമ്മൾ പ്രത്യേകമായിട്ട് പരിശീലിക്കുകയും പ്രാർത്ഥനയുടെ അന്തരീക്ഷം വഴിയായി ഈ പ്രദേശത്തെയും ചുറ്റുമുള്ള ദൈവജനത്തെ ഈ പ്രദേശത്തെല്ലാം വിശദീകരിക്കുകയും ചെയ്യുന്ന വലിയ ശുശ്രൂഷയാണ് പ്രാർത്ഥനയിലൂടെ ഇവിടെ നടക്കുന്നത്. നാലാമതായിട്ട് കൂട്ടായ്മയാണ്. ദൈവാജനത്തിൻ്റെ കൂട്ടായ്മ. ദൈവവും ദൈവമക്കളും തമ്മിലുള്ള കൂട്ടായ്മയിൽ ദൈവത്തിൻ്റെ സ്വർഗീയമായിട്ടുള്ള അനുഗ്രഹങ്ങൾ കൃപകളെ ലഭിക്കുന്നതായ അവസരമാണ്. നമ്മൾ ഒന്നിച്ചു കൂടുകയും നമ്മുടെ സഭയുടെ കാര്യങ്ങളെ ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചിന്തത്തെറിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ പരിശുദ്ധാത്മാവിൻ നിറവിൽ ഒരേ മനസ്സോടും ഒരേ ഹൃദയത്തോടും കൂടി നിറവേറ്റുകയും ചെയ്യുന്ന നമ്മുടെ ജപാലന ശുശ്രൂഷ എന്ന് പറയും. അതുപോലും പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ആരംഭിച്ച് ദൈവമക്കളുടെ കൂട്ടായ്മയിൽ മറ്റുള്ളവർക്കെല്ലാം സ്നേഹത്തിൻ്റെ കാരുണ്യത്തിൻ്റെ നന്മകളെ പങ്കുവയ്ക്കുന്നതായിട്ടുള്ള പ്രധാനപ്പെട്ട ശുശ്രൂഷയാണ്. ഇപ്പോൾ ഈ ദേവാലയം ഇവിടെ സമർപ്പിതമായിരിക്കുന്നത് നമുക്കറിയാം. ഇത് പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കും ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്നതിന് വേണ്ടിയാണ്. അത് നമുക്കറിയാവുന്ന ദൈവജനം കേൾക്കുവാനും മനസ്സിലാക്കുവാനും ഗ്രഹിക്കുവാനും വേണ്ടിയാണ്. വിശുദ്ധ കുർബാനയും മറ്റ് കുദാശകളും പരികർമ്മം ചെയ്യുവാനും വേണ്ടിയാണ്. ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുവാനും ദൈവമക്കളുടെ കൂട്ടായ്മയിൽ ദൈവിക കൃപകളെ സ്വീകരിക്കുവാനും ചെയ്യുവാനായിട്ടുള്ള അവസരമാണ്. ദേവാലയം പരിമിതമായിട്ടുള്ള സാഹചര്യം സൗകര്യങ്ങളുള്ള ഒരു ദേവാലയമാണ്. നമ്മുടെ ശ്രേയസിൻ്റെ പ്രത്യേകമായ ശുശ്രൂഷ അതിനോട് ചേർന്നിരിപ്പുണ്ട്. നമുക്കറിയാവുന്നതുപോലെ നമ്മുടെ രൂപതയിൽ എല്ലാവർക്കും ഭൂമി എല്ലാവർക്കും ഭവനം എന്നുള്ള ചിന്തയിൽ നമ്മൾ പ്രവർത്തിക്കുന്ന അവസരത്തിൽ ഈ ദേവാലയത്തിൻ്റെ പുറകെ ഭാഗത്തുള്ള ക്രയസ്ഥലം എടുത്ത് ദൈവമക്കൾക്ക് ഭവനം പണിയുവാനായിട്ട് നമ്മളെ സമർപ്പിച്ചു.
ഭവൻ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഉള്ളവരും അവരെല്ലാവരും ചേർന്ന് നല്ലൊരു ദേവാലയ കൂട്ടായ്മയായി തരുവാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. ഈ ദേവാലയത്തിൻ്റെ നിർമ്മിത സുവിശേഷമായ താല്പര്യമെടുത്ത നമ്മുടെ ജനറാളന്മാരെ പ്രത്യേകിച്ച് ഈ ദേവാലയത്തിൻ്റെ ശുശ്രൂഷകളെ കത്തീഡ്രൽ ദേവാലയമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ നടത്തുവാനായിട്ട് ആഗ്രഹിച്ചിരുന്നത്. അതിന് നേതൃത്വം കൊടുത്ത ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ ഇടയത്തച്ഛൻ ഈ ദേവാലയം നിർമ്മിതമായി ബന്ധപ്പെട്ട ഇതിൻ്റെ പണിക്ക് പ്രത്യേകമായ നേതൃത്വം കൊടുത്തിയ വ്യക്തികൾ, പ്രത്യേകിച്ച് സുരേന്ദ്രനാണ് ഇതിൻ്റെ പുനഃപ്രതിഷ്ഠയ്ക്ക് വേണ്ട പണികളൊക്കെ നടത്തിയ അദ്ദേഹത്തോടെ ഒപ്പം ജോലി ചെയ്ത അവരെല്ലാവരെയും പ്രത്യേകമായിട്ട് അനുസ്മരിക്കുകയും ഈ ദേവാലയ നിർമ്മിതിയിൽ പങ്കാളികളായ എല്ലാവരെയും പ്രാർത്ഥനകളും ഞങ്ങൾ ഓർക്കുകയും ചെയ്യാം. ദൈവം നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആകാശവും ഭൂമിയും സൃഷ്ടികർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ആത്മീയമായ കുദാശ സംബന്ധിച്ച നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് വാഴ്ത്തിനനുഗ്രഹിച്ച് പുണ്യപ്പെടുത്തുമാറാകട്ടെ. ദൈവമായ കർത്താവെ വിലക്കിൻ്റെയുള്ള കുറ്റമുള്ളതുമായ നിങ്ങളുടെ പ്രാർത്ഥനകൾ നിങ്ങളുടെ സിംഹാസനം കേൾക്കപ്പെട്ട് അംഗീകരിക്കപ്പെട്ടതുമായി തീരണമേ.